എല്ലാവർക്കും വേണ്ടി നമസ്കാരം. വാഹനം എല്ലാവരുടെയും സ്വപ്നമാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ OLXിലും സോഷ്യൽ മീഡിയയിൽ കയറി പരസ്യങ്ങളൊക്കെ നോക്കാറാണ്. ഞാനൊരാളുടെ അനുഭവമാണ് വിവരിക്കുന്നത്. ആളുടെ പേരൊക്കെ മാറ്റി പറയുകയാണ്. സിബി എന്ന പേരിൽ ഒരാൾ കുറച്ചാൾക്ക് സ്റ്റേഷനിൽ കയറി വന്നിട്ട് അദ്ദേഹം പറയുന്ന പരാതി ഇതാണ്: തനിക്കൊരു സ്കൂട്ടർ മേടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. OLXിൽ കയറി പരിശോധിച്ചപ്പോൾ 2022 മോഡൽ ഹോണ്ട ഡിയോ ഒരു സ്കൂട്ടർ വിൽക്കുവാനുള്ള പരസ്യം കണ്ടു. കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ആ കോൺടാക്ട് നമ്പർ വിളിച്ചപ്പോൾ പറയുന്നത് കോഴിക്കോടാണ് വാഹനം ഇരിക്കുന്നത്. വാഹനത്തിൻ്റെ ഉടമയായ ഉടനെ വിദേശത്തേക്ക് പോകാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാഹനം വിൽക്കുന്നത്. 35,000 രൂപയ്ക്ക് വിൽക്കും. 70,000 മുകളിൽ വേണം. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം കിട്ടണമെങ്കിൽ തങ്ങൾക്ക് വിദേശത്ത് പോകുന്നതുകൊണ്ടാണ് ഈ വാഹനം പെട്ടെന്ന് വിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സിബി ആ കക്ഷിയോട് ചോദിച്ചു, ഇത് ഇത്രയും ദൂരമാണല്ലോ, കോഴിക്കോട് വലിയ ദൂരമാണല്ലോ, വണ്ടി എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. അതിനോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ വാഹനം അവിടെ എത്തിച്ചേരാം, അവർക്ക് അല്പം ചിലവ് കാശ് ഇന്ധന ചിലവും മറ്റും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ വാഹന ഉടമയാൾ പറഞ്ഞു, എന്നെ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ആദ്യം എനിക്ക് അഡ്വാൻസ് 10,000 രൂപ തരുന്നവർക്ക് മാത്രമാണ് ഞാൻ വാഹനം വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിബി നോക്കിയപ്പോൾ വില കൂടിയ സാധനമാണ്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, നഷ്ടപ്പെടേണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. പിറ്റേന്ന് രാവിലെ സിബിനെ വാഹനോടമ ഞങ്ങളോട് വിളിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ സുഹൃത്ത് വണ്ടിയായിട്ട് വന്ന് പോരുകയാണ്. ഇന്ധന ചിലവ് കാശുമായിട്ട് 3,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം, ബാക്കി തുക അവിടെ വന്നതിന് ശേഷം തന്നാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സിബി ഒരു 3,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. വൈകിട്ട് 3 മണിക്ക് വാഹനം എത്തുമെന്നാണ് പറഞ്ഞത്. 3 മണിയായി. 4 മണിയായിട്ട് വാഹനം കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ സിബി മൊബൈൽ ഫോണിൽ വീണ്ടും വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോഴാണ് സിബിക്ക് തനിക്ക് പറ്റിയ ചതി മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കാരണം, വാഹനമൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന OLXിൽ പരസ്യം കാണും. പരസ്യം കണ്ടെങ്കിൽ നമ്മൾ വാഹനം മേടിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ സ്ഥലത്ത് പോയി വാഹനം കണ്ട് RC ഓണറെ കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വാഹനം മേടിക്കുന്നതാണ് നമുക്ക് സേഫ്. ഇല്ലെങ്കിൽ നമ്മൾ ചതിക്കുഴിയിലാണ് നാം പെടും. തിരിച്ചറിയുക. ഇത്തരം സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കുന്നവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഞങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ മിലിറ്ററി ജോലിയാണ്, എനിക്ക് ജോലി സ്ഥലത്ത് തിരിച്ചു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ കുറഞ്ഞ വിലയ്ക്ക് വാഹനം വിൽക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും. വിളിക്കുന്നവരോടെല്ലാവരും പറയുന്നത്, നിങ്ങൾ അഡ്വാൻസായി പൈസ തന്നു, അല്ലെങ്കിൽ മറ്റാൾ നിൽക്കുന്നു പറയും. അങ്ങനെ പലരിൽ നിന്നായിട്ട് അവർ 5,000 10,000 രൂപ വെച്ച് അഡ്വാൻസ് കൈപ്പറ്റും. ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയ ശേഷം ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേറൊരു കാര്യം കൂടെ തിരിച്ചറിയുക. വില കൂടിയ സാധനം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന് പരസ്യം കാണുമ്പോൾ അതിൽ വീഴാതിരിക്കുക. അതിന് ചതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വാഹനമൊക്കെ OLXിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മാത്രം മേടിക്കുക, അല്ലെങ്കിൽ ചതിക്കുള്ളിലാണ് ചെല്ലുന്നത് തിരിച്ചറിയുക. പോലീസ് പരാതിപ്പെടുമ്പോൾ കേസെടുക്കുകയും പ്രതിയെ പിടിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിൽ കൂടുതലായി ശ്രദ്ധ വേണം.